നമസ്കാരം. എൻ്റെ പേര് ബാലചന്ദ്രൻ പോത്തേങ്കാട്. ഞാൻ പാലക്കാടൻ കർഷക മുന്നേറ്റം എന്ന സംഘടനയിലെ ഒരു മുന്നണി പ്രവർത്തകരാണ്. സ്വതന്ത്ര കർഷക സംഘടനയുടെ മുന്നണി പ്രവർത്തകൻ കൂടിയായ രഘു മാത്തൂർ ഇപ്പോ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര കർഷക മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. അവർക്ക് ഇത്തവണ നമ്മൾ ഒരു കർഷകനായിരിക്കണം വോട്ട് കൊടുക്കേണ്ടത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ അന്നം തരുന്ന കർഷകനാകണം നമ്മുടെ വിലയേറിയ ഓരോ വോട്ടും. ഇതുവരെ ഈ നാട് ഭരിച്ച മറ്റു പല രാഷ്ട്രീയ പാർട്ടിക്കാരും ഭരണകൂടങ്ങളിൽ നിന്നും കേരളത്തിലെ കർഷകർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കർഷക ദ്രോഹ നടപടികൾക്കെതിരെയാണ് നമ്മുടെ പ്രവർത്തനം. അപ്പൊ അതിന് ഒരു കർഷകനായ രഘു മാത്തൂരിനെയാണ് നമ്മൾ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര കർഷക മുന്നണിയായി സ്ഥാനാർത്ഥിയായി നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മുടെ കർഷകനായ രഘു മാത്തൂരിന് തെങ്ങിൻ തോട്ടം എന്ന ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുവാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ കർഷകരുടെ ഒരു പ്രശ്നങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും കേൾക്കുന്നില്ല. അവരിതുവരെയും കർഷകരെ ദ്രോഹിക്കുക എന്നല്ലാതെ നല്ല നടപടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു കൃഷി, ഏത് കൃഷിയായാലും, തോട്ടവിളകളായാലും നെൽകൃഷികളായാലും മറ്റെന്ത് കൃഷികളായാലും അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വിലകൾ സമയാസമയത്ത് കൊടുത്തുകൊണ്ട് അവരെ കൃഷി എടുപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ എല്ലാ മുന്നണിക്കാരും പറയും ആ നെല്ല് വില കൂട്ടണം, ഈ നെല്ല് വില കൂട്ടണം, അങ്ങനെയാണ് ഇങ്ങനെ. ഇന്ന് നോക്കിക്കോളൂ, ഇപ്പോൾ നെൽകർഷകർ ഒരുപാട് ദുരിതത്തിൽ. അതുപോലെ തന്നെ പല കർഷകരും നാളികേരത്തിനെല്ലാം വില കൂടിയത് ഈ അടുത്ത കാലങ്ങളിലാണ്. ഒരു കാലത്ത് 3 രൂപ വിറ്റ നാളികേരം തലയിൽ വെച്ച് സമരം ചെയ്ത ആ സമരപ്രവർത്തനത്തിൽ പോലും ഞങ്ങൾ കർഷകർ ഓരോരുത്തരും ഉണ്ടായിരുന്നു. പാലക്കാട് 5 വിളക്കിൽ നിന്നുകൊണ്ട് കളക്ടറേറ്റിലേക്ക് തെങ്ങും തയ്യും തലയിൽ വെച്ചുകൊണ്ട് നടത്തിയ ഒരു സമര പോരാട്ടം ഉണ്ടായിരുന്നു. മിനിമം റേറ്റ് നാളികേരം എടുക്കണമെന്ന് പറഞ്ഞു കർഷകർ താങ്ങുവിലയ്ക്ക് ഇതുപോലെ നാളികേര ഉൽപ്പന്നങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നാളികേരത്തിന് ഇപ്പം വില കൂടി, വെളിച്ചെണ്ണയ്ക്ക് വില കൂടി. കാരണം നമ്മുടെ കാലാവസ്ഥയുടെ വ്യതിയാനം മൂലം ഉൽപ്പന്നങ്ങൾ കമ്മിയായത് കാരണം. പക്ഷെ നെല്ലിന് അങ്ങനെയല്ല. കർഷകൻ രാവും പകലും കാറ്റത്തും വെയിലത്തും മഞ്ഞത്തും വെയിലത്തും പണിയെടുത്തിട്ടാണ് ഈ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. ഇത്രയും നന്നായി കർഷകൻ ഭൂമിയിൽ വിളയില്ലാതെ ഇത്തവണ എന്നല്ല, ഇപ്പൊ കുറേയായിട്ട് കർഷകർക്ക് പാടങ്ങൾ പരിഹരിക്കുന്നതിന് തൊഴിലാളികളെ കിട്ടുന്നതിനുള്ള വലിയ കഷ്ടങ്ങൾ. നടിയിൽ ബംഗാളികളാണ്, അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നത്. അവരും ഒരുപാട് കൂലി, എന്നാലും വളരെ പെട്ടെന്ന് പണി കഴിഞ്ഞ് കിട്ടും. കൂലി നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റും നോക്കിയിട്ടോ കാര്യമില്ല. പക്ഷെ പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി, പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കണം ഈ കർഷകർ. ഞാനടക്കമുള്ള കർഷകർ അങ്ങനെയാണ് ചെയ്യുക. അവരോട് കടം പറയാറില്ല. കാരണം ഇന്നൊരു ടീം വരും, നാളെ ഒരു ടീം വരും, മറ്റന്നാൾ ഒരു ടീം വരുമ്പോൾ ഓരോ ടീമും ഓരോ ദിവസം മാറി മാറി വരുമ്പോൾ അവർ ഒരു ദിവസം ഇത്ര ഏക്കർ പാടങ്ങൾ നട്ടു കഴിഞ്ഞാൽ മിനിമം 4000, 4500 മുതൽ 7000 വരെയും കൂലി വാങ്ങുന്ന ഒരുപാട് കർഷകരുണ്ട്. കാരണം ഞാറ് കൊണ്ട് നട്ടുകൊടുക്കുന്ന കർഷകർക്ക് ഒരുതരം കൂലി, അവനവൻ ഉണ്ടാക്കിയ ഞാറുകൾ പറിച്ച് നടിയിൽ മറ്റൊരു കൂലി, അങ്ങനെയൊക്കെയാണ് അവരുടെ. അപ്പൊ 3500 രൂപ മുതൽ 7500 രൂപ വരെയും നമുക്ക് ചെലവാകുന്ന ഒരു സമയമാണ്. എന്നാലും പണികൾ വേഗം കഴിയും അവരെ പോലുള്ള തൊഴിലാളികളെ കിട്ടിയാൽ. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അവരോട് കടം പറയാറില്ല. അവർ പാടത്ത് പണിയെടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം പോകുന്ന സമയത്ത് വരമ്പത്തുനിന്ന് കൂലി കൊടുത്ത് നമ്മൾ പറഞ്ഞു വിടുകയാണ്. ഈ പണം കർഷകൻ എങ്ങനെയാണ് വരുന്നത്? അവൻ ആ സമയമാകുമ്പോഴത്തേക്കും കയ്യിൽ പൈസ ഉണ്ടാക്കി വയ്ക്കുന്നത് എങ്ങനെയാണ്? കാരണം നെല്ലടന്ന് ഒരുപാട് പണങ്ങളൊന്നും അവിടെ കെട്ടിക്കിടപ്പില്ല. അത് സമയാസമയത്ത് കർഷകന് കൊടുത്തിട്ടുമില്ല ഈ സർക്കാരുകൾ. നമ്മൾ ചെയ്യുന്നത് ഇവിടെ ആ പണിയാകുന്ന സമയത്ത് എന്തെങ്കിലും വീട്ടിൽ വല്ല ആഭരണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് ബാങ്കുകളിലോ മറ്റെവിടെയെങ്കിലും കൊണ്ടോ ധനകാര്യ സ്ഥാപനം കൊണ്ട് പണയം വെച്ചിട്ടായിരിക്കും കയ്യിൽ കാശാക്കി ആ സമയത്ത് പാടത്തെ പണികൾ കഴിക്കുന്നത്. പക്ഷെ അത് ഈ ഗവൺമെന്റിന് അറിയുന്നില്ല. നെല്ലടനാൾ മാസങ്ങളോളം കാത്തിരുന്നിട്ടാണ് കർഷകർക്ക് ആ പണം കൊടുക്കുന്നത്. ആ പണം കിട്ടുന്നതിന് വേണ്ടി സമരങ്ങൾ എത്ര ചെയ്യണം? PRS എടുക്കാൻ സമയം ചെയ്യണം അത് തരണമെങ്കിൽ. അതുപോലെ തന്നെ ആ നെല്ല് കയറ്റിക്കൊണ്ടുപോകാൻ അവിടെ പോയി സമരം ചെയ്യണം. എന്നിട്ടോ നെല്ല് കയറ്റിക്കൊണ്ടുപോയാൽ പൈസ കിട്ടുന്നതിന് വേണ്ടി ഒരുപാട് തവണ കൃഷി ഓഫീസുകളുടെ മുമ്പിലും അതുപോലെ തന്നെ സപ്ലൈകോയുടെ മുമ്പിൽ ചെന്ന് സമരം ചെയ്യണം. ഇതിലെല്ലാം കർഷകർ ഒരുമിച്ച് ചേരണം. ഇത്രയും ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾക്കൊരു പണം പല തരത്തിലായിട്ട് വരിക. എന്നിട്ടൊന്ന് ചോദിച്ചാൽ സമയാസമയത്ത് പൈസ കിട്ടാൻ വഴിയില്ല. കാരണം ബാങ്കിൽ മറ്റ്
കൃത്യസമയത്തിന് പണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ വളരെ കൃത്യസമയത്ത് തന്നെ ബാങ്കിൽ അടച്ചാൽ അത് മിനിമം പലിശയ്ക്കായിരിക്കും ബാങ്കിൽ നിന്ന് നമുക്ക് കിട്ടുക. പക്ഷെ സമയങ്ങൾ തെറ്റിയാൽ ആ പലിശയിൽ നിന്നും വീണ്ടും കൂട്ടുപലിശയ്ക്കാണ് പോവുക. അപ്പൊ ഇങ്ങനെയെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുമ്പോൾ ഇതിനെല്ലാം ഒരു പ്രശ്ന പരിഹാരം കാണണമെങ്കിൽ ഇതുപോലൊരു സ്ഥാനാർത്ഥി ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണം. ഈ നിയമസഭാ ഇലക്ഷനിൽ ഒരു കർഷകൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള കർഷകർക്ക് മാത്രമേ കഴിയൂ. കാരണം മറ്റെല്ലാ മുന്നണി രാഷ്ട്രീയക്കാരുടെ മുമ്പിലും ഈ കർഷക സംഘടനകളുണ്ട്. ആ സംഘടനകളുമെല്ലാം അവരുണ്ടാക്കിയിരിക്കുന്നത് ഈ കർഷകരെ വിഭജിപ്പിക്കാൻ വേണ്ടിയാണ്. ഈ കർഷകൻ ആ ബോധം വേണം, നാം കർഷകരാണെന്നും നമ്മളിൽ കർഷക രാഷ്ട്രീയം മാത്രമേ ഉണ്ടാകാൻ പറ്റുകയുള്ളൂവെന്നും കർഷകനുള്ള ആത്മബോധം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവണമെന്നും കർഷകൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പോരാടണമെന്നുള്ള ആത്മാഭിമാനവും ആത്മബോധവും ഈ ഓരോ കർഷകന്റെ ഉള്ളിലും വേണം. അവിടെ ഇടതെന്നോ വലതെന്നോ നടുവെന്നോ നോക്കാതെ ഞാൻ കർഷകനാണെന്നും എനിക്ക് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കർഷക സംഘടനയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് കൂട്ടായി പ്രവർത്തിക്കുമെന്നുള്ള തോന്നൽ ഓരോ കർഷകന്റെയും മനസ്സിന്റെ ഉള്ളിൽ വേണം. എങ്കിലേ ഈ കർഷക സമരങ്ങൾ വിജയിക്കുകയുള്ളൂ. അതിനായി നമ്മൾക്ക് നിയമസഭയിൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി വേണം. ആ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് രഘു മാത്തൂരിനെ നമ്മൾ ഇത്തവണ ആ സ്ഥാനാർത്ഥിയായി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിയമിച്ചിരിക്കുന്നത്. രഘുവേട്ടന്റെ ചിഹ്നം തെങ്ങിൻ തോട്ടം എന്നാണ്. ആ തെങ്ങിൻ തോട്ടം എന്ന ചിഹ്നത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വോട്ടും രേഖപ്പെടുത്തി നമ്മുടെ സ്ഥാനാർത്ഥി രഘുവേട്ടനെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളുടെ എല്ലാവരോടും വിനീതമായി അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിനോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടും കർഷകർ എന്ന് പറയുമ്പോൾ പിന്നിലാണ്. മുന്നോട്ടൊന്നും മറ്റുള്ള രാഷ്ട്രീയക്കാരെ പോലെ ഒരുപാട് പണം ഇട്ട് കളിക്കുന്ന ഒരു വേദിയല്ല ഇത്. നമ്മൾ പണം സ്വയം ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനു വേണ്ടി മത്സരിക്കുന്നത്. അതുകൊണ്ട് ഓരോ കർഷകന്റെയും കയ്യിൽ നിന്നുകൊണ്ട് കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യുക എന്ന് മാത്രമല്ല, നമ്മൾ ഒരു ചാലഞ്ച് 100 രൂപ നിരക്കിൽ ഒരു കർഷകന്റെ നിരക്കിൽ ഒരു ചാലഞ്ച് വെച്ചിട്ടുണ്ട്. ആ ചാലഞ്ചിൽ പങ്കെടുത്ത് 100 രൂപയെങ്കിലും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊണ്ട് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ മുന്നോട്ട് വരുവാനും വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുവാനും നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മുടെ പ്രിയ സുഹൃത്ത് കർഷകൻ, ആത്മാഭിമാനമുള്ള കർഷകൻ രഘു മാത്തൂരിനെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും കൂടി വിജയിപ്പിക്കാം. ആ വിജയിപ്പിക്കുന്നതിൽ ഞങ്ങൾക്കും ആത്മാഭിമാനമുണ്ട്. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് രഘു മാത്തൂർ ഈ ഒരു സ്ഥാനത്ത് നിന്നുള്ള വിജയത്തിലേക്ക് വന്നു എന്നുള്ള ഒരു ആത്മസന്തോഷവും ആത്മനിർവൃതിയും ഞങ്ങൾക്കും ഉണ്ടാകും. അത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തി രഘുവിനെ വിജയിപ്പിക്കുവാൻ നിങ്ങളുടെ എല്ലാവരോടും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി വിനീതമായി അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ജവാൻ, ജയ് കിസാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.